Hi guys, good morning. Welcome to day 3 of travel with OHF. ഇന്ന് ഇസ് ആക്ച്വലി ക്വൈറ്റ് കോൾഡ് ഡേ. രാവിലെ ഒരു 15-16 ഡിഗ്രിയും രാത്രി 12 ഡിഗ്രി വരെ പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു മോളല്ല മാർക്കറ്റ് ഉണ്ട്, പക്ഷെ മാർക്കറ്റ്സ് എല്ലാം മോള് പോലെ ഇരിക്കുന്നത്. അവിടെ നമുക്കിപ്പം ഇൻസ്റ്റഗ്രാമിലും ടിക്ടോക്കിലൊക്കെ ട്രെൻഡിങ് പ്രോഡക്ട്സ് ഇല്ലേ, അത് എല്ലാ 3 മാസം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ മാറും. അപ്പോൾ ഈ ആമസോണിലും ഓൺലൈൻ വിൽക്കാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ ഒരു മാർക്കറ്റാണ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാമ്പിളായിട്ട് ഒരെണ്ണം വാങ്ങാൻ പറ്റും. ഇവിടെ റേറ്റ് കൂടുതലായിരിക്കും, പക്ഷേ ഒരെണ്ണമായിട്ട് വാങ്ങാൻ പറ്റും. അല്ലാതെ നമുക്ക് എന്തൊക്കെയാണ് ട്രെൻഡിങ് പ്രോഡക്ട്സ്, ഫോർ എക്സാമ്പിൾ സ്റ്റേഷനറീസ്, കുട്ടികളുടെ വാട്ടർ ബോട്ടിൽസ്, ബാഗ്സ്, ടോയ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു മാർക്കറ്റായിരിക്കും. സോ അതിൻ്റെ കുറച്ച് ഗ്ലിംസസ് കാണിച്ചു തരാം. പിന്നെ വൈകുന്നേരം ഇവിടെ കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും മോളിലൊക്കെ ഒന്ന് പോകണം എന്ന് പറഞ്ഞാൽ അത് നടന്നിട്ടില്ല. സോ ഇന്ന് എല്ലാവർക്കും അതിനും നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാം. സോ വെൽക്കം ടു ഡേ 3 ഓഫ് ട്രാവൽ വിത്ത് OHF. ഇതുപോലെ നിങ്ങൾക്കും ട്രാവൽ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഒരു 9 ദിവസത്തെ വ്ളോഗ്സ് കാണും. സോ ഉണ്ടെങ്കിൽ ഈ അടിയിൽ കാണുന്ന നമ്പർ പ്രിൻസിനെ കോൺടാക്ട് ചെയ്യുക. മെയിലും ജൂണിലും നമ്മുടെ അടുത്ത ട്രിപ്പ് വരുന്നുണ്ട്. സോ നമ്മളിപ്പോൾ പോകുന്നത് നമ്മളുടെ ഒരു വൺ പ്ലാസയിലാണ്. സോ അവിടെ ഇതുപോലത്തെ ട്രെൻഡിങ് പ്രോഡക്ട്സും എല്ലാം ഉണ്ട്. പക്ഷേ സിറ്റിയിൽ നിന്ന് കുറച്ച് വേറൊരു സൈഡിലാണ്. ഇവിടെ വലിയ വലിയ മോൾസും അതുപോലെ തന്നെ ഷവോമിയുടെ ഷോറൂമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ പോകുന്ന സ്ഥലം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇവിടെ വന്നത് നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ്. ഇത് ആക്ച്വലി നാട്ടിൽ നല്ല ഡിമാൻഡുള്ള സാധനമാണ് കേട്ടോ. ഇതുപോലത്തെ ഈ ചൈനീസ് ഫോർച്യൂൺ കാറ്റ്സ് എന്ന് പറയുന്നത്, ഇതൊക്കെ ഓൺലൈൻ ആമസോണിൽ നല്ല ഡിമാൻഡുള്ള സാധനമാണ്. ഇതാണ് പ്ലാസ. ഞാൻ റഫായിട്ട് കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെ ഐറ്റംസ് ആണ് നമുക്കിവിടെ കിട്ടുന്നതെന്ന്. കാരണം കുറേ ഉണ്ട് ഇതിൻ്റെ അകത്ത് കാണിക്കാനായിട്ട്, പക്ഷെ കുറച്ച് കാര്യങ്ങളെ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ വരുമ്പോൾ എന്താണെന്ന് പറയുക, ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ഈ ഫ്ലോറിൽ ടോയ് സ്റ്റോറാണ്. നമ്മൾ നാട്ടിലെ ആൾക്കാർ ലബൂബൊക്കെ ഒരിടയ്ക്ക് ഭയങ്കരമായിട്ട് വിൽക്കുന്നില്ലായിരുന്നോ, കംപ്ലീറ്റ് ഇതുപോലത്തെ സ്ഥലത്ത് നിന്നായിരിക്കും സോഴ്സ് ചെയ്യുന്നത്. സോ നമ്മൾ ഒരെണ്ണം വാങ്ങിയ ഒരു പ്രൈസ്, ഹോൾസെയിലായിട്ട് വാങ്ങിയാൽ ഓബിയസ്ലി വേറെ പ്രൈസ്. പക്ഷെ ഒരെണ്ണമായിട്ട് വാങ്ങാം, അതാണ് ഒരു അഡ്വാൻറ്റേജ്. ആണ് ഞങ്ങൾ നോക്കുന്ന ഒരു അടുത്ത ലോഞ്ച് കാറ്റഗറി പ്രോഡക്റ്റ്സ് ആയിരുന്നു ഇതുപോലെ കിച്ചൺ യൂട്ടിലിറ്റി പ്രോഡക്ട്സ്. ഇതിൽ കുറേ ട്രെൻഡിങ്ങും ആൾക്കാർക്ക് ആവശ്യം ഉപയോഗിക്കാൻ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങനത്തെ കുറച്ച് പ്രോഡക്റ്റ്സ് നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. അതിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണിത്. ഫോർ എക്സാമ്പിൾ ഇതുപോലെ ഇപ്പോൾ ടൂത്ത് ബ്രഷ് ഹോൾഡർ നമ്മൾ നാട്ടിൽ അതൊക്കെ ഉപയോഗിക്കാത്തൊരു സാധനം, പക്ഷേ ചെറിയ പൈസയാണ്, ഹൈജീൻ ഒരുപാട് വ്യത്യാസം വരുത്തുന്ന ഒരു സാധനമാണ്. സോ അങ്ങനത്തെ ഒക്കെ കുറേ പ്രോഡക്ട്സ് ഇവിടെ അവൈലബിൾ ആണ്. തന്നെ ദേ വാട്ടർ ബോട്ടിൽസ്, ഒരുപാട് ടൈപ്പ്, നല്ല മിനിസോ ആ ലെവലിലും കാട്ടി നല്ല വാട്ടർ ബോട്ടിൽസ് ഒക്കെ ഇവിടെ കിട്ടും. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണമായിട്ട് വാങ്ങിക്കൊണ്ട് പോകാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബിസിനസ്സായിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. സോ പല ഹലോ കിറ്റി, സ്പൈഡർമാൻ വിങ്സ്, ഇത് മാറിക്കൊണ്ടിരിക്കും ട്രെൻഡ് അനുസരിച്ച്. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഡോറിമോണ്ടൊക്കെ എന്തൊരു യുണീക്ക് സാധനങ്ങളാണ്. ടോയ് സ്റ്റോറി, സോ മിക്കി മിനി, പല രീതിയിലുള്ളതുണ്ട്, പല സൈസുകളുണ്ട്, നല്ല തെർമോസ് ഉള്ളതുണ്ട്. സോ അതേ പറഞ്ഞ എല്ലാം ഉള്ള ഒരു മാർക്കറ്റാണ്. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രോഡക്ട്സ് കാറ്റഗറി സ്റ്റാൻലിയുടെ തന്നെയുണ്ട്, ഒറിജിനൽ അല്ല പക്ഷെ എന്നാലും കണ്ടോ. ആക്ച്വലി ഇപ്പോൾ ഭയങ്കര അപ്കമ്മിങ് ആയിട്ടുള്ള ബാഗ്സ്. ഇത് ഒരു ലൂയി വിറ്റോണിൻ്റെ കോപ്പി പോലത്തെ ബാഗാണ്, പക്ഷേ മനോലെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വരുന്ന ബാഗ്സാണ് ഇങ്ങനത്തെയൊക്കെ. എസ്പെഷ്യലി കുട്ടികളുടെ ഇങ്ങനത്തെ ബാഗ്സൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് നാട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന് ആലോചിച്ച് ഒരു എക്സിബിഷന് നിങ്ങൾ ഇത്രയും കളക്ഷൻസ് തന്നെ വെച്ച് കഴിഞ്ഞാൽ എത്ര എണ്ണം പോകാൻ സാധ്യതയുണ്ട്. എന്തോരം വെറൈറ്റി സംഭവമാണ്. കുട്ടികളുടെ ബാഗ്സിന് വേണ്ടി മാത്രമുള്ളൊരു സ്പേസ് ആയിരുന്നു. തന്നെ സ്റ്റേഷനറീസ്, ഇപ്പോൾ കൊറിയൻ സ്റ്റേഷനറീസ് ഒക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ കുറേ സ്ഥലത്ത് കിട്ടുന്നില്ല, ഓൺലൈനിലും ഷോപ്സിലൊക്കെ എല്ലാം ഇതുപോലത്തെ ഐറ്റംസ് ആണ്. സോ ക്യൂട്ടായിട്ടുള്ള കൊറിയൻ സ്റ്റേഷനറീസ്, എഡ്യൂക്കേഷണൽ ടോയ്സ്, കീ ചെയിൻസ്, പെൻസ്, ഇതുപോലത്തെ ഒക്കെ സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ. ഇപ്പോൾ കുറേ പേർക്ക് ഇങ്ങനത്തെ ബിസിനസ്സൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട്, സൺഫ്ലവേഴ്സിനൊക്കെ. സോ അതിനൊക്കെ പറ്റിയ സാധനമാണ്. ഐറ്റംസ് കുറേ ഉണ്ട്. ഇതൊക്കെ നേരിട്ട് വന്ന് കണ്ടാൽ നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ എന്തോരം സാധനങ്ങളാണ്. പെൻസിൽസിൻ്റെ തന്നെ എന്തോരം കളക്ഷൻസാണ് നോക്കുക. ഇത് ഒരു ഷോപ്പിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ, ഇതൊക്കെ പല വെറൈറ്റി ഷോപ്സും ഉണ്ട് ഇവിടെ ഇതുപോലത്തെ. ഒരു പോപ്പുലർ സെഗ്മെൻ്റാണ് നാട്ടിലിപ്പോൾ എഡ്യൂക്കേഷണൽ ടോയ്സ്. അങ്ങനത്തെ കുറച്ച് ഞാൻ പറഞ്ഞ പോലെ സാമ്പിൾസ് വാങ്ങണമെങ്കിൽ വാങ്ങാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ സപ്ലയറിനെ കണ്ടുപിടിച്ച് ഹോൾസെയിലായിട്ടും നമുക്ക് വാങ്ങാൻ പറ്റും. മാഗ്നറ്റിക് ബ്ലോക്സ്, ലീഗോസിൻ്റെ പോലത്തെ, എനിക്ക് ഇതുപോലത്തെ ന്യൂമറിക്കൽസ്, കളർ കോഡിങ്, എഡ്യൂക്കേഷണൽ ടോയ്സിന് ഞങ്ങൾക്ക് ആക്ച്വലി കുറച്ച് എൻക്വയറീസ് ഉണ്ടായിരുന്നു, കുറച്ച് പേര് ചോദിച്ചായിരുന്നു. സോ അതിനും ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനത്തെ ഐറ്റംസ് ഇല്ലേ, നമ്മുടെ ഈ ജൂക്ക് ബോക്സ്, മാജിക് ബോക്സസ്, ഇതൊക്കെ നാട്ടിലൊന്നും ആരും ചെയ്യാത്ത പോലെ സാധനങ്ങളായിരിക്കും കോമൺലി. അങ്ങനത്തെയും കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതുപോലത്തെ ഇത് കണ്ട ഡെക്കറേറ്റീവ് പീസസ് പോലെ ഓരോ ബുക്ക് ഷോപ്സ്, കേക്ക് ഷോപ്സ്, അത് റിയൽ പോലെ തോന്നും അകത്ത്. ഡെക്കറേഷൻ പീസസ് വെക്കുന്നത്, ഇപ്പോൾ ഒരു ബേക്കറിക്ക് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ കഫേസ്, അങ്ങനെയൊക്കെ പല ഓപ്ഷൻസ് ഉണ്ട്. നോക്കുക ഓരോ ഹൗസസ് ഒക്കെ. ഇത് കണ്ട, ഇത് ഈ പ്രോഡക്റ്റ് വേദുവിന് വെറുതെ വാങ്ങാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഗുണം
ഫസ്റ്റ് ഓഫ് ഓൾ തെർമോസ് ആണ്, നല്ല ക്വാളിറ്റിയാണ്, മെറ്റലാണ്, അകത്ത് സ്റ്റീൽ മറ്റേ ഫ്ലാസ്ക് പോലെയാണ്. പക്ഷേ ഇതിങ്ങനെ കുടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കാണാനും നല്ലതാണ്, നമുക്ക് ഇങ്ങനെയും കുടിക്കാം. സ്ട്രോയും ഉണ്ട്. സോ 2 രീതിയിലും കുടിക്കാം. ഒരു ബോട്ടിലുണ്ടോ എനിക്കും വേദൂനും ഉപയോഗിക്കാം. സോ ഇത് നല്ലൊരു സാധനമാണ്. ഇതിൻ്റെ പല ഫ്ലോറും ഉണ്ട് കേട്ടോ. ഓരോ ഫ്ലോർ ഇപ്പോൾ ചില ഫ്ലോറിലൊക്കെ ലൈറ്റിങ്സിൻ്റെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഇലക്ട്രോണിക്സിൻ്റെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇലക്ട്രോണിക്സൊക്കെ വേറെ മാർക്കറ്റ്സ് ഉണ്ട്, പക്ഷേ ബിൽഡിംഗ് മൊത്തം ഇങ്ങനത്തെ ഐറ്റംസ് ആണ്. വേറൊരു കാര്യം ഇവർ ചെയ്യുന്നത് എന്താ പറയുക, ചൈനയുടെ ഇപ്പോൾ ഡ്രസ്സാണെങ്കിലും നമ്മൾ മറ്റേ ജ്വല്ലറി എന്താണെങ്കിലും നമുക്ക് കംഫേർട്ടിൽ നിന്ന് ഇതൊക്കെ കാണാം. നമ്മളിന്ന് മടുക്കത്തില്ല. ഇതുപോലെ ACs ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ടോയ്ലറ്റ്സ് ഉണ്ട്. നമുക്ക് റോഡിൽ കിടന്ന് അലിഞ്ഞ് തിരിഞ്ഞ് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് കംഫർട്ടായി സമയമെടുത്ത് റിലാക്സ് ചെയ്ത് സാധനങ്ങൾ നോക്കി പർച്ചേസ് ചെയ്യാം. ആൻഡ് ദാറ്റ് മേക്ക് എ ഹ്യൂജ് ഡിഫറൻസ് നമ്മൾ വാങ്ങുന്ന സാധനത്തിലും നമ്മുടെ മൈൻഡ് സെറ്റിലൊക്കെ. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒന്നുമില്ലാത്ത നമ്മൾ വെളിയിൽ ഔട്ട്ഡോറിൽ നിന്ന് ഉന്തും തള്ളും കൊണ്ട് ടോയ്ലറ്റും ഇല്ല, ഫുഡും ഇല്ല, ഡ്രിങ്ക്സും ഇല്ല, വെള്ളവും ഇല്ല, അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയി ഷോപ്പ് ചെയ്യുന്നതും ഇങ്ങനത്തെ ഒരു റിലാക്സ് അറ്റ്മോസ്ഫിയറിൽ ഷോപ്പ് ചെയ്യുന്നതും എന്തൊരു വ്യത്യാസമാണെന്ന് നോക്കുക. നമുക്ക് ആ ഒരു പ്രോപ്പർ ഡിസിഷൻ മേക്കിംഗ് വരെ പറ്റില്ലേ. അടിപൊളി. എനിക്ക് അതാണ് ചൈനയിലെ ഏറ്റവും വലുതായി നോക്കി. ഈവൻ തായ്ലൻഡിൽ പോലും, തായ്ലൻഡിലൊന്നും ഓബ്വിയസ്ലി ഇങ്ങനത്തെ വലിയ മാർക്കറ്റ്സ് ഒന്നും ഇല്ല, പക്ഷെ എന്നാലും നമ്മുടെ ഡ്രസ് മാർക്കറ്റ്സ് ആണെങ്കിൽ ഇവിടുത്തെ ഐലൻഡിലൊക്കെ ഡിഫറൻസ് അത് തന്നെയാണ്. നമുക്കിവിടെ സമയം എടുത്ത് ഓരോ കാര്യങ്ങളും വാങ്ങാം. കുടയുടെ ബിസിനസ് തുടങ്ങിയെങ്കിലും ഇവിടെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ നാട്ടിലെ കുട ബ്രാൻഡ്സിനൊക്കെ എന്താ കോമ്പറ്റീഷനായിട്ട് കൊടുക്കാം. പല രീതിയിലും കളർഫുള്ളായിട്ടുള്ള കുടകളുണ്ട്. ഇത് കീ ചെയിൻസും ഇതുപോലെ മറ്റേ ചാംസ്, ലക്കി ചാംസ് ഇല്ലേ ബാഗ്സിലൊക്കെ തൂക്കുന്നത്, അതിൻ്റെയും കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഒരു ഫ്ലോർ പോലും ഞാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഭയങ്കര എൻക്വയറി വരുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇതുപോലത്തെ ഹോട്ട് വീൽസിൻ്റെ. സോ ഇത് നമുക്കിപ്പം ഒരു പ്രൈസ് വരുന്നത് 300 yuan. സോ ഒരു 1300 രൂപ 7 എണ്ണത്തിന്. പക്ഷേ നമ്മൾ ഹോൾസെയിലായിട്ട് നല്ല ക്വാണ്ടിറ്റി എടുക്കുവാണെങ്കിൽ നമുക്ക് വേറെ പ്രൈസിന്, നല്ല പ്രൈസിന് എടുക്കാൻ പറ്റും കേട്ടോ. സോ പ്രൊഡക്ട്സ് ജസ്റ്റ് എന്തൊക്കെ അവൈലബിലിറ്റി ഉണ്ടെന്ന് കാണിക്കും. പ്രിയയുടെ സ്കൂട്ടർ പെട്ടി വരെ ഇവിടെ കൊടുക്കുന്നുണ്ട് കണ്ടോ. നമുക്ക് സാമ്പിളായിട്ടൊക്കെ വാങ്ങാം. ഇത് നമ്മുടെ ബ്രാൻഡല്ല, നമ്മൾ വാങ്ങിയ ബ്രാൻഡല്ല, പക്ഷേ നിങ്ങൾക്ക് പല ബ്രാൻഡ്സിൽ കൊടുക്കണമെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ്, സ്കൂട്ടർ പെട്ടീസ്. പിന്നെ ഇപ്പം കുട്ടികൾക്കുള്ള ഈ ഡ്രോൺ ടോയ്സ് സംഭവങ്ങളൊക്കെ ഇല്ലേ, അതും ഇവിടെ അവൈലബിൾ ആണ്. പ്രൊഫഷണൽ ഡ്രോൺസും ഉണ്ട്, അല്ല ചെറിയ പൈസയ്ക്കുള്ള ഇതുപോലെ ടോയ് ഡ്രോൺസും അവൈലബിൾ ആണ്. നമ്മൾ എന്തൊക്കെയാണോ നമ്മുടെ ആഗ്രഹം എല്ലാം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം. ഇതുപോലെ റിമോട്ട് ഡൈനോസർ ടോയ്സ്, പല വെറൈറ്റി സാധനങ്ങൾ ഇവിടെ ഉള്ളത്. കുട്ടികളുടെയൊക്കെ ഒരു ഹെവൻ അല്ല ഇങ്ങനത്തെ ഒരു ഷോപ്പ് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ബഹളമായിരിക്കും. കംപ്ലീറ്റ് ഇതുപോലെ എന്താ പറയുന്നത്, ഒരു ഹലോ കിറ്റി തീം തന്നെ ഫുള്ളുണ്ട്, പവർ പഫ് ഗേൾസിൻ്റെ തീംസ് ഉണ്ട്. സോ മച്ച് ഓഫ് വെറൈറ്റീസ് ഇൻ വൺ ടീം. ഒരു ടീമിൽ തന്നെ പല വെറൈറ്റി പ്രോഡക്ട്സാണ് ഉള്ളത്. പേഴ്സണലി തോന്നുന്നത് ഇവിടെ നമുക്ക് ഈ ഒരു സ്റ്റേഷനറി വാട്ടർ ബോട്ടിൽസ്, കുട്ടികളുടെ സ്കൂൾ ബാഗ്സ്, അങ്ങനത്തെ കുട്ടികളുടെ പ്രൊഡക്ട്സിനും ടോയ്സിനും ഈ ഒരു സ്ഥലം സാമ്പിൾ വാങ്ങാനും വെറൈറ്റി കാണാനും ബെസ്റ്റാണ് കേട്ടോ. ബെസ്റ്റ് തന്നെയാണ്. അത്രയും അധികം ഓപ്ഷൻസ് ഞാൻ കണ്ടിരിക്കുന്നത്. ചോക്ലേറ്റ്സിൻ്റെ ബാഗ്സ്, M&M, ലേസ്, ചീറ്റോസ്, സ്റ്റാർബക്സ്, അതാ പറഞ്ഞ ഫാൻസി ഐറ്റംസിൻ്റെ കേന്ദ്രം തന്നെയാണ് കേട്ടോ ഇത്. എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് റീസിൻ്റെ വരെ ഉണ്ട്. സാധനവും ആക്ച്വലി നല്ല ഡിമാൻഡാണ്. എസ്പെഷ്യലി കുട്ടികളൊക്കെ വൈകുന്നേരം കളിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ടൂർ പോകുമ്പോഴൊക്കെ ക്യാപ്പിൽ ഇതുപോലെ ഫാനുള്ളത്. ഇതും ഞാൻ ഏകദേശം ഒരു 1 year ആയി സാധനം വാങ്ങിയിട്ട്, ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ വർക്കിംഗ് ആണ്. ഇത് നമുക്ക് ആക്ച്വലി ഊരിയെടുത്ത് ചാർജും ചെയ്യാം ഈ ഫാൻ. ഇത് കണ്ട, ഞാൻ ആക്ച്വലി വേദുവിനെ ഇടിപ്പിച്ചിട്ട് എനിക്ക് ചൂടെടുക്കുമ്പോൾ ഈ ഫാൻ തിരിച്ചു വെക്കും, എന്നിട്ട് വേദുവിനെ എന്നോട് നോക്കാൻ പറയും. എന്തായാലും സംഭവം തന്നെ ഇത് അടിപൊളി. ഇങ്ങനത്തെ സാധനങ്ങളെ അടിപൊളിയാട്ടോ. പൊളിയായിരിക്കും. അധികം ഫാനിൻ്റെ സ്പീഡും അഡ്ജസ്റ്റബിളാണ്. ഇതിൻ്റെയൊക്കെ വെറൈറ്റി നോക്കുക, എന്ത് രസമാണ്. ഇതൊക്കെ ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള പേർപ്പസസ് ഭയങ്കരമല്ലേ. എസ്പെഷ്യലി ക്രിസ്മസ് സീസണിലൊക്കെ നമ്മൾ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം. ഇതുപോലെ 3D അല്ല, സ്ക്രീൻസ് ഉള്ള ബാഗ്സ് അക്ഷയ് കുമാറൊക്കെ ഒരിടയ്ക്ക് ഇട്ടുകൊണ്ട് കിടക്കുന്ന കാണായിരുന്നു. അതിൻ്റെയും നമുക്കിവിടെ സാമ്പിൾസ് കിട്ടും. പിന്നെ സപ്ലയേഴ്സിനെ നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സപ്ലയേഴ്സിനെ മാറ്റാം. ഇത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം കേട്ടോ. വേദുവിന് ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്, അതിൽ വേദു എന്ന് പേരെഴുതി വരും. ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഷൂ എവിടെയും തൊടുന്നില്ല, ലെവിറ്റേറ്റിംഗ് ആണ്. നമുക്ക് അടിയിലും മുകളിലും തൊടുന്നില്ല. ഷൂ കടകളിലൊക്കെ ഇത് ഡിസ്പ്ലേ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അറ്റ്ലീസ്റ്റ് ഇത് കാണാൻ വേണ്ടിയെങ്കിലും വരില്ലേ. അടിപൊളി.
മാത്രമല്ല കേട്ടോ, നമുക്ക് നമ്മുടെ ഡ്രിങ്ക്സ് കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട്, നമുക്ക് ഏത് വേണമെങ്കിലും വെക്കാം. ഒന്നും വേണ്ടത്, കാറ് വരെ മാഗ്നറ്റിക് ആയിട്ട് പറന്നാണ് നടക്കുന്നത്. ഫോട്ടോ ഫ്രെയിംസ് ഇതൊക്കെ വളരെ യൂണീക്ക് പ്രോഡക്ട്സ്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതുവരെ കഴിഞ്ഞ തവണ ഇവിടെ നിന്ന് വാങ്ങിയ ഇതായിരുന്നേ ലൈറ്റ്സ്, അതിപ്പോഴും ലാസ്റ്റിംഗ് ആണ്. പല കളർ അന്ന് ആകൂടെയുള്ള റിഗ്രറ്റ് നമുക്ക് വേണ്ടത്ര ലൈറ്റ്സ് വാങ്ങാൻ പറ്റിയില്ല എന്നാണ്. നമ്മൾ കുറച്ച് സാമ്പിൾ മാത്രമേ വാങ്ങിക്കൊണ്ട് പോയതാണ്. ഞങ്ങൾ രണ്ടുപേരും 2 പിള്ളേർക്കുള്ള ബാഗ് വാങ്ങി. ഒന്ന് ഇത് ക്യാരക്ടർ എന്താ, റൂമിക്ക് ജിത്തിൻ വാങ്ങി, ഞാനാണെങ്കിൽ സ്പൈഡർമാൻ. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് പാക്ക് ആണ്. ദിസ് ഇസ് വാട്ടർ പ്രൂഫ്. വാട്ടർ പ്രൂഫ്. വേദുവിന് മൈൽസ് മൊറാലിസിന്റെ ബാഗ്. സോ ഇത് നമുക്ക് ഇതുപോലെ ട്രോളി ആക്കാം ആൻഡ് ഇതുപോലെ നമുക്ക് ബാക്ക് പാക്ക് ആയിട്ട് ഉപയോഗിക്കാം. അതിൻ്റെ സെയിം ലഞ്ച് ബോക്സ് ഉണ്ട് വിത്ത് ഇതുപോലെ ഇൻസുലേഷൻ ആൻഡ് പെൻസിൽ ബോക്സും ഉണ്ട്. അത് ഇടാൻ എളുപ്പമാണല്ലോ തിരിച്ച്. ഓക്കെ, ജസ്റ്റ് ഇട്ടിട്ട് ബക്കിൾ ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. ബാക്ക് പാക്ക് മാത്രമായിട്ട് ഉപയോഗിക്കാം. ഡയറി ആണ്. പവർ ബാങ്ക് ഉണ്ട്. 10,000 mAh ഉണ്ട്. മാഗ്നറ്റിക് സീൽ ഉണ്ട് ആൻഡ് മെർസിഡീസ് ബെൻസിന്റെ ലോഗോ ഉണ്ട്. കൂടുതൽ വാങ്ങി നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. കോർപ്പറേറ്റ് ഗിഫ്റ്റ്സിനൊക്കെ സെറ്റ് സംഭവം. ഇതുപോലെ കണ്ട നമുക്ക് വെറൈറ്റി കാണിക്കാനാണ്. വെറും നെക്ക് പില്ലോസും ഹോട്ട് വാട്ടർ ബാഗ്സിൻ്റെ മാത്രമായിട്ടുള്ളത്. സോ പല മെറ്റീരിയൽസിലായിട്ടുള്ള മൈക്രോ ഫൈബറും ബീഡ്സും പല രീതിയിലുള്ള മെമ്മറി ഫോം. ഇത് മെമ്മറി ഫോമാണെന്ന് തോന്നുന്നു. ഇത് സ്പഞ്ച്, ഇത് ബീഡ്സ്. സോ പല ടൈപ്പിലുള്ള നെക്ക് പില്ലോസിൻ്റെ ഷോപ്സാണ്. ഇത്രയൊന്നും വെറൈറ്റി നമുക്ക് നാട്ടിൽ മിനിസോല പോയാൽ പോലും കാണില്ല. ഡിക്കോറിൻ്റെ അത് നമ്മൾ കഴിഞ്ഞ അവിടെ ഒന്നും അത്രയും ശ്രദ്ധിച്ചില്ല കേട്ടോ. പല രീതിയിലുള്ള ചൈനീസ് ഹോം ഡിക്കോറിൻ്റെ സാധനങ്ങളുണ്ട്. പോർസലിൻ്റെ പോട്ട്സ്, ക്രോക്കറീസ്. ഐ ഡോണ്ട് നോ, ദ ചോയ്സ് ജസ്റ്റ് എനോമസ് ആണ്. അതുപോലെ തന്നെ ഈ ഏപ്രിൻസ് ഒക്കെ ഇല്ലേ, ഏപ്രിൻസ് വേണമെങ്കിൽ അതിൻ്റെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതുപോലെ കപ്സ്, കട്ട്ലറീസ്, പല കളർഫുള്ളായിട്ടുള്ള ഏപ്രിൻസ്, മറ്റേ എയർ ഫ്രഷ്നേഴ്സ്, പിന്നെ ചുമ്മാ ഡീക്കോറായിട്ട് ഡെക്കറേറ്റീവ് ഐറ്റംസ്, പീസസ്. ആപ്പിളൊക്കെ നോക്ക് എന്ത് രസമാണ്. ഇതൊക്കെ സെറാമിക് ആണെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് ഡെക്കോർ ഐറ്റംസ് ആണ്. ശരിക്കും ഒരു ഹോം ഡിക്കോർ തന്നെ ഷോപ്പ് തുടങ്ങണമെങ്കിലും നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ പല ഓപ്ഷൻസും കാണും. ക്യൂട്ടായിട്ടുള്ള നമ്മൾ ഈ യൂറോപ്യൻ കൺട്രീസിൽ കാണുന്നുണ്ട്. ചൈനീസ് കൾച്ചർ മാത്രമല്ല കേട്ടോ, യൂറോപ്യൻ കൾച്ചേഴ്സിലുള്ള സാധനങ്ങളും ജനറലായിട്ട് വെക്കാൻ പറ്റിയത് ഈ ബേർഡ് കേക്ക്. കുഞ്ചിരങ്ങളുടെ വീടിൻ്റെ ഒക്കെ ഒരു ഭംഗിയാണ് എനിക്ക് ഇതിൽ ഇവിടെ വരുന്നത് തോന്നുന്നത്. ഇത് രസമായിട്ടുള്ള ഐറ്റംസാണ് നോക്ക്. ബെൽസ് ആണെങ്കിലും ഇതുപോലത്തെ ചെറിയ ചെറിയ ക്യൂട്ട് കളക്റ്റബിൾസ് ആണെങ്കിലും ഈവൻ കോട്ട് ഹാങ്ങേഴ്സ്, ഹൗസിനെ കുറിച്ചുള്ള ഷോപ്പൊക്കെ ഇടാനായിട്ടുള്ള സാധനങ്ങൾ, വിൻഡ് ചൈംസ്. സോ നൈസ്. ഈവൻ കോസ്റ്റേഴ്സ് നോക്ക്, ഇതുപോലെ ബാംബൂ കോസ്റ്റേഴ്സ്. അതുപോലെ തന്നെ പോപ്പുലർ ആയിട്ട് വരുന്ന വേറൊരു ഐറ്റമാണ് ഇതുപോലെ ഡ്രൈഡ് ഫ്ലവേഴ്സ്. സോ ഡ്രൈഡ് ഫ്ലവേഴ്സിൻ്റെയും കുറേ വെറൈറ്റീസ് ഇവിടെയുണ്ട്. ഇത് മാർക്കറ്റ് അല്ല, ഇതിൻ്റെ ജസ്റ്റ് ഒരു സാമ്പിൾ കാണിക്കാനാണ് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന്. ഡ്രൈഡ് ഫ്ലവേഴ്സും താല്പര്യമുള്ളവർക്കും നമുക്കിവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഈ സാധനമൊക്കെ ആ ബാംബൂൻ്റെ തൂങ്ങിക്കിടക്കുന്ന സാധനം കണ്ടില്ലേ, അതൊക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടിരിക്കുക ഹോം ഡീക്കോറിൻ്റെ ഭാഗമായിട്ട്. നമ്മൾ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ വന്നപ്പോഴാണ് മനസ്സിലായ ആർട്ടിഫിഷ്യൽ ഫ്ലവറിൻ്റെ വലിയൊരു ഏരിയ തന്നെ ഉണ്ട് ഇവിടെ. ഫുൾ ഷോപ്സ് കംപ്ലീറ്റ് ഫിൽഡ് വിത്ത് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്. സോ അതിൻ്റെയും കുറേ ഓപ്ഷൻസ് ഉണ്ട്. വീട് ഡെക്കറേറ്റ് ചെയ്യാനാണെങ്കിലും ബിസിനസ് തുടങ്ങാനാണെങ്കിലും എല്ലാത്തിനും. അതുപോലെ തന്നെ നമുക്ക് ലോൺസ് വെക്കാനായിട്ട് ഡെക്കറേറ്റീവ് പേർപ്പസ് ഉള്ളത് പല രീതിയിലുള്ളതുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് ഒരു വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ ഞാൻ കയറി ഞങ്ങൾ ഓരോന്ന് കാണിച്ചു തന്നെ. പക്ഷെ എന്തോരം വെറൈറ്റീസാണ് നോക്ക്. ഒറ്റ മോളിലാണ് നമ്മൾ ഇത്രയും കണ്ടത്. അത് ഞാൻ കാണിച്ചത് വളരെ ലിമിറ്റഡുമാണ്. എന്നാലും അത്രയും വെറൈറ്റി ഇല്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നല്ലൊരു കഫേയിലേക്ക് ലഞ്ച് കഴിക്കാൻ വന്നു. കുറച്ച് ലേറ്റായി, പക്ഷേ ഇതൊരു വെസ്റ്റേൺ ചൈനീസ് മിക്സ് ആണ്. സോ ഇറ്റ്സ് ലൈക്ക് മഷ്റൂം ആൻഡ് റൈസ് ആൻഡ് ഗ്രീൻ പീസ്. പക്ഷേ ഈ വ്യൂ കണ്ടോ, കീടിലും വ്യൂ ആണ്. എല്ലാവർക്കും ഇന്ന് ഇങ്ങനത്തെ ഒരു ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ കുറച്ച് ചിക്കൻ കറിയും റൈസും സാലഡ്സ്, കോഫി. നല്ലൊരു കഫേയാണ്. കഫേ ഡി കോറൽ എന്ന് പറയുന്ന ഒരു ചെയിനാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു അടിപൊളി ലഞ്ചായിരുന്നു ഞങ്ങൾ. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഇനി ഒരു ചെറിയ പ്ലാൻ ചേഞ്ച് ഉണ്ട്. ലേഡീസിനെ നമ്മൾ റൂമിലേക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വിടുവാണ്. കാരണം വൈകുന്നേരം മോളിലേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ക്യാമറാസ് സംഭവങ്ങളൊക്കെ നോക്കാം. എനിക്കല്ല, നമ്മുടെ കൂടെ വന്ന ചേട്ടന്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. ഇവരെ ഹോട്ടലിൽ വിട്ടിട്ട് നേരെ ക്യാമറാസൊക്കെ പോകും. ശരിക്കും പ്രിൻസ് ഉണ്ടെങ്കിൽ പലവരുടെ കൂടെ നമുക്ക് 2-3 പേര് പോകാം. അങ്ങനെയൊക്കെയായിരുന്നു പ്ലാൻ. അപ്പം ദില്ലു ഓൾ ഇൻ വൺ ആണ്. 7-11 ലവേഴ്സ് ആണെങ്കിൽ ചൈന അവിടെ മാപ്പിൽ കാണില്ല. ബട്ട് ലുക്ക് അറ്റ് ദ സെറ്റിംഗ്. ഒരു പാർക്കിൻ്റെ അവിടെ 7-11 7-11ൻ്റെ മുകളിൽ റൂഫ് ടോപ്പ് ഡൈനിങ്. വേറെ എന്ത് വേണം.
അത് കഴിഞ്ഞിട്ട് ഗ്വാങ്ജോവിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഇലക്ട്രോണിക് മാർക്കറ്റ് ഏരിയയിൽ വന്നിട്ടുണ്ട്. സോ ഇലക്ട്രോണിക്സ് നോക്കേണ്ടവർക്ക് നമ്മളിവിടെ ഇപ്പോൾ നമ്മുടെ കൂടെ വന്ന ഒരു ചേട്ടന് ക്യാമറയുടെ പാർട്സ് വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അതേ സോണിയുടെ ഒക്കെ സംഭവം ഉണ്ടല്ലോ, അങ്ങോട്ട് കയറാം. കോഫി മെഷീൻസ്, വാഷിംഗ് മെഷീൻസ്, എവറിത്തിങ് ഇസ് അവൈലബിൾ ചെയ്യാം. ടി വി സ്ക്രീൻസ്, എയർ ഫിൽറ്റർ, എയർ പ്യൂരിഫയർ ഒക്കെ ഇപ്പോൾ നോർത്തിലൊക്കെ ഭയങ്കര ഡിമാൻഡ് ആയിക്കൊണ്ടിരിക്കുമല്ലോ, അങ്ങനത്തെ സാധനങ്ങൾ അതെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഫാൻസി ആയിട്ടുള്ള ഫ്രിഡ്ജസ്, ഇതിപ്പോൾ ഒരു ലൈഫ് സ്റ്റൈൽ എന്താ പറയുന്നത്, ഒരു ആക്സസറിയായി ആൾക്കാർ ഫ്രിഡ്ജ് വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ടി വി, വോക്കി ടോക്കി, CCTV തന്നെ നോക്കി. ചൈന പിന്നെ CCTVയുടെ സ്ഥലമാണല്ലോ, അതിൻ്റെ ഒരു ഹ്യൂജ് സ്കെയിലുണ്ട്. DJI ഡ്രോൺസ്, അതുപോലെ തന്നെ ഇത് ഹെഡ്ഫോൺസ്, പേപ്പർ ടെക്, കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ഇലക്ട്രോണിക്സിനും ഷെൻസനാണെങ്കിലും മെയിൻ ജസ്റ്റ് ഒന്ന് കാണാനൊക്കെ ആണെങ്കിൽ നമ്മൾ ഗ്വാങ്ജോലി മാർക്കറ്റിൽ തന്നെ വന്നാൽ മതി. ഇവിടെയും കുറേ സാധനങ്ങളും ഓപ്ഷൻസും ഉണ്ട്. ഇങ്ങനെ കിടക്കും. ശരിക്കും ചൈന ഒരു സംഭവം തന്നെ. ഒന്നും ആകാനില്ലെങ്കിൽ ഇങ്ങനത്തെയൊക്കെ കാര്യം ജസ്റ്റ് പുതിയ കാര്യങ്ങൾ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ നമ്മളുടെ ഈ ടൂറിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ നമുക്കൊരു പുതിയ ലോകത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ശരിക്കും കിട്ടുന്നത് ഇവിടെയൊക്കെ. നമുക്ക് ഇലക്ട്രോണിക്സ് പല സാധനങ്ങളാണ്. ഫോൺസ്, ക്യാമറാസ്, TVs, ഡിസ്പ്ലേ സ്ക്രീൻസ്, ഷോപ്പിൽ ഡിസ്പ്ലേൻ്റെ സ്ക്രീൻസ്, പിന്നെ നാട്ടിലൊക്കെ വേണമെങ്കിൽ റെവല്യൂഷൻ ആക്കാൻ പറ്റുന്ന ടേബിൾ നമ്പറൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ ഇവിടുത്തെ മറ്റേ റോബോട്ട് വെയിറ്റേഴ്സ് ഒക്കെ പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ കാണാറില്ലേ, ആ സംഭവം. വെർച്വൽ പിയാനോ, കോഫി ടേബിളാണ്. അപ്പോൾ പിയാനോ ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ചാർജിങ് ഉണ്ട്. ആൻഡ് നമുക്ക് കോഫി ടേബിളായിട്ട് ഡെക്കറേറ്റും ചെയ്യാം. LED കോഫി ടേബിൾ. മോൾസിലൊക്കെ തുടങ്ങാൻ പറ്റിയ ഇതുപോലത്തെ ബിസിനസ് കണ്ടിട്ടില്ലേ, ടീഷർട്ടിൽ പ്രിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്, കപ്സിൽ പ്രിൻറ്റ് ചെയ്ത് കൊടുക്കുന്ന പല രീതിയിലുള്ള പ്രിൻറ്റേഴ്സ്, സ്റ്റിക്കർ അടിച്ചെടുക്കുന്ന മെഷീൻസ്, അതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. നമ്മളിവിടെ വന്നാലേ നമുക്ക് പുതിയ ഐഡിയ ഉള്ളൂ. പണ്ട് ഈ ക്യാപ്സൊക്കെ കുട്ടികളുടെ മാത്രമുള്ളായിരുന്നു, ഇപ്പോൾ ക്യാപ്സ് വലിയവർക്കും കിട്ടി, ഫാൻ ക്യാപ്പ്. പിന്നെ നമുക്ക് ഇലക്ട്രോണിക്സ് ഒക്കെ നമ്മുടെ പേഴ്സണൽ യൂസിന് സെക്കൻഡ് ഹാൻഡ് ഒക്കെ വേണമെങ്കിൽ ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്, ഗ്വാങ്ജോയ്ക്ക്. കേട്ടോ, ഇതാണ് മാർക്കറ്റ്. ഇവിടെ വന്നാലും നമുക്ക് കുറേ സാധനങ്ങൾ ഇതുപോലെ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് കിട്ടും. ഇവിടെ ഇടയ്ക്ക് ഷൂ ക്ലീൻ ചെയ്യാൻ ആൾക്കാർ വരും. നിങ്ങൾ ഒരു രീതിയിലും സമ്മതിക്കരുത്, സ്കാം വരും. അപ്പോൾ ഇതിൻ്റെ അകത്തും കൂടെ ഒന്ന് കയറട്ടെ. എനിക്കൊന്നും പല സാധനങ്ങളുടെയും വളരെ വില കുറഞ്ഞ് ഫേക്കാണെങ്കിൽ അവർ ഫേക്കാണെന്ന് പൊതുവേ പറയാറുണ്ട്. എന്നാലും നമ്മൾ കെയർഫുള്ളായിട്ട് തന്നെ സാധനങ്ങൾ എടുക്കുക ഇവിടെ നിന്നൊക്കെ. ഇലക്ട്രിക്കൽ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുവാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഇനി ജസ്റ്റ് ഒരു മോളിൽ പോയി റിലാക്സ് ചെയ്യാൻ പോവാണ്. എല്ലാ ദിവസവും ഇതുപോലെ മാർക്കറ്റ് വിസിറ്റും കാണും, അതുപോലെ തന്നെ കുറച്ച് റിലാക്സിങ് ആയിട്ടുള്ള ഷോപ്പിങ്ങോ ആക്ടിവിറ്റീസോ കാണും. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും മെയിനായിട്ടൊരു ഗ്രാൻഡ് വ്യൂ മോളിൻ്റെ ഏരിയയിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഒരു കൺസേൺ വെച്ചാൽ ഒന്ന് ആലോചിച്ച്, ഏറ്റവും വൺ ഓഫ് ദ ക്രൗഡഡ് സിറ്റീസ് ഇൻ ദ വേൾഡിലെ സ്ട്രീറ്റിൽ ഞാൻ നിൽക്കുക, ഞാൻ മിണ്ടാതിരിക്കാം. നിങ്ങൾ എന്താ കേൾക്കുന്നതെന്നൊന്ന് നോക്കണേ. ഒന്നും കേൾക്കുന്നില്ലല്ലോ, അതാണ് ചൈന. പവർ ഓഫ് EV. ഇറ്റ്സ് സോ സൈലൻറ്റ്. നമ്മൾ സിറ്റി കൂടെ നടക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, നമ്മളൊരു കാം റിലാക്സിങ് സ്ട്രോൾ എടുക്കുന്ന പോലെ. എനിക്ക് മൈക്കില്ലാതെ വേറെ ഒരു രാജ്യത്തും ഇതുപോലെ ഒരു സിറ്റിയുടെ നടുക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ചൈനയെ പറ്റും. എന്തൊരു കാമാന്നറിയോ ഇവിടെ നടക്കാനായിട്ട്. യുണീക്ക് സാധനങ്ങൾ, മുകളിൽ ഷെയർ മാർക്കറ്റിൻ്റെ കാര്യങ്ങൾ കാണിക്കുന്നു. ഇവിടെ നമുക്ക് ഡ്രിങ്ക്സ് എടുക്കാം. നമുക്ക് പല രീതിയിലുള്ള ഡ്രിങ്ക്സ് എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. അതെ, ആ ഡ്രിങ്ക്സ് ഇവിടെ ഷെയർ മാർക്കറ്റ് ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കി ആ ഡ്രിങ്കും കുടിക്കാം. എന്തൊക്കെയല്ലേ ചൈനീസ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. മോളിൻ്റെ അകത്ത് ഡൈനോസർ വേൾഡ്, ആഫ്രിക്കൻ വൈൽഡ് ലൈഫ് വേൾഡ്, പല സാധനങ്ങളും ഉണ്ട്. പക്ഷേ റെസ്റ്റോറൻറ്റ്സിനാണ് തിരക്കുകളുണ്ട്. റെസ്റ്റോറൻറ്റ്സിനകത്ത് കയറാനുള്ള തിരക്ക് ഭയങ്കര ക്രൗഡഡ് ആണ്. റെസ്റ്റോറൻറ്റ്സ് ഒക്കെ പോപ്പുലർ റെസ്റ്റോറൻറ്റ്സ് കുറേ മോളിൻ്റെ അകത്ത് ഇവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു കാർ ഷോറൂമിൽ കയറിയാണ്. അതിൻ്റെ കാർപ്പറ്റ്സ് നോക്ക്. കാറിൻ്റെ അകം ആക്ച്വലി റോൾസ് റോയ്സ് പോലെയാണ് ഇരിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് കൺട്രോൾസ് ഒക്കെ വരുന്നത്. ഇവിടെ ഒരു TV സ്ക്രീനൊക്കെ ഉണ്ട്. സോ ബ്യൂട്ടിഫുൾ. ആർക്കാണെങ്കിലും കൊതിയായിപ്പം. ബിസിനസ് ക്ലാസ് സീറ്റ്സിൻ്റെ കാട്ടി രസമാണ്. പക്ഷേ ഏറ്റവും രസം കണ്ട കാറിൻ്റെ ഡോർ ഹാൻഡിൽസ്, ലൈറ്റ്സ് ആണിത്. ഓ, ചൈനീസ് കാർസ് ആണ് അനദർ ലെവൽ. വീൽ കപ്പും അതൊക്കെ അടിപൊളി. പക്ഷേ ലുക്ക് അറ്റ് ദാറ്റ്, കളറും വണ്ടിയും. ഓ മൈ ഗോഡ്. പള്ളി ഞങ്ങളിത് ഡിന്നറും കൂടെ കഴിച്ച് ഇറങ്ങാണ്. നാളെ ഒരു ഹ്യൂജ് ഡേ ആണ് ഫ്രണ്ടിലുള്ളത്. പക്ഷെ മോള് കണ്ടിട്ട് മതിയാവുന്ന ഇത് നോക്കി, ചൈനീസ് പഴയ ഏൻഷ്യൻ സ്ട്രീറ്റിലൊക്കെ പോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓ, സൂപ്പർ സംഭവമാണ്. ഇതിൻ്റെ അകത്ത് തന്നെ അക്വേറിയം കുറേ സെറ്റപ്പ് ഉണ്ട്. അങ്ങനെ ഡേ 3 കഴിഞ്ഞ് സമയം പോകുന്ന അറിയുന്നില്ല കേട്ടോ. ഇപ്പോൾ ഇന്ന് കുറേ നമ്മൾ നടന്നു. എസ്പെഷ്യലി നമ്മുടെ കൂടെ വന്നവരൊക്കെ ഒരുപാട് നടക്കേണ്ടി വന്നു. അതായത് നടന്നാലും ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഒരു അടിപൊളി ദിവസമായിരുന്നു. ഇന്ന് കുറേ പേഴ്സണൽ കാര്യങ്ങൾ വാങ്ങി. ഇത്
കാണിച്ചു തരാം കുറച്ച് സാധനങ്ങൾ. ഇത് അമ്മയ്ക്ക് മുട്ട് മസാജ് എന്നൊരു സംഭവമാണ്. സോ ഇത് നമ്മുടെ കൂടെ ഒന്ന് ചേട്ടൻ വാങ്ങിയപ്പോൾ ഞാനും വാങ്ങിയാണ്. ഹീറ്റും ഉണ്ട്, മസാജറും ഉണ്ട്, പോർട്ടബിളും ആണ്, അടിപൊളി ബ്രാൻഡഡും ആണ്. അതല്ലാതെ ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പവർ ബാങ്ക് ആങ്കറിൻ്റെ 25,000 mAh. ഇവിടെയാണ് അത് ഏറ്റവും ചീപ്പ്. ഞങ്ങൾ ദുബായ്, സിംഗപ്പൂർ ഒക്കെ പ്രൈസ് നോക്കി, അതിൻ്റെ പകുതി പൈസയെ വരുന്നുള്ളൂ. സോ അതൊരെണ്ണം വാങ്ങി. 25,000 mAh ആണ്. അതിലൂടെ ഒരു ഫ്രീ സാധനം കൂടെ കിട്ടി. നമ്മുടെ കണ്ണ് വോം ചെയ്യുന്ന ഒരു മാസ്ക്, അത് ഫ്രീ കിട്ടി. അതല്ലാതെ മറ്റേ ഞാൻ ഒരു ബാഗ് വാങ്ങി, ഇതുപോലത്തെ ഒരു ഡെനിം ബാഗ്. അവിടെ ഞാൻ കണ്ടില്ല വൺ പ്ലാസയിൽ. സോ ഇത് ഗേൾസിനാണെങ്കിൽ ഇങ്ങനെ ക്യാരി ചെയ്യാം, നല്ല ബാഗാണ്. ബോയ്സിനാണെങ്കിൽ ഇങ്ങനെ ക്യാരി ചെയ്യാം. ഇത് കിട്ടി. ആൻഡ് ബേഗൂന്ന് മറ്റേ ക്യാരി ബാഗും കിട്ടി. 3-in-1 ക്യാരി ബാഗ്. അപ്പോൾ അവിടെ എല്ലാവർക്കും സാധനങ്ങളായിട്ടുണ്ട്. എനിക്ക് ബാഗായി, അമ്മയ്ക്കായി, ഇത് വേദൂന്ന്. അങ്ങനെ ഡേ 3 കഴിഞ്ഞു. നാളെ ഒരു അടിപൊളി ദിവസമായിരിക്കും. നാളെ പ്രോപ്പർ സൈറ്റ് സീയിങ് ഡേ ആണ്. റിലാക്സിങ് ഡേ എന്ന് പറയില്ല, കാരണം ഇവിടുത്തെ സൈറ്റ് സീയിങ് ഒക്കെ കുറച്ച് ഫിസിക്കലി എക്സോസ്റ്റിംഗ് ആണ്. സോ നാളെ സൈറ്റ് സീയിങ് ഡേ. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം പേഴ്സണൽ ഷോപ്പിംഗ്. പിന്നെ നമുക്ക് ഷെൻസനിൽ പോകണം എന്നുണ്ട്. അത് കഴിഞ്ഞ് ഇൻഡിവിജ്വൽ പർച്ചേസസ്, അങ്ങനെ അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചിലവർക്ക് കുറച്ച് സ്പെസിഫിക് റിക്വയർമെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങോട്ട് മാർക്കറ്റ്സിലേക്ക് പോകുന്നതായിരിക്കും. വേറൊരു കാര്യം, ഈ ഹോട്ടലിൽ നമുക്ക് പില്ലോസ് ഒക്കെ കസ്റ്റമൈസ് ചെയ്യാം. മെമ്മറി ഫോം, ഗൂസ് ഫെദേഴ്സ്, അങ്ങനെ പില്ലോസ് ഒക്കെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പില്ലോ മാറ്റി മെമ്മറി ഫോം ആക്കി. ആൻഡ് സോ എന്തായാലും നമ്മുടെ അടുത്ത ട്രിപ്പ് മെയ്യും ജൂണും വരുന്നുണ്ട്. ഡീറ്റെയിൽസ് അറിയാനായിട്ട് അടിയിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് അവർ വ്ലോഗ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.